ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഈ പ്ലാസ്റ്റിക് കൂടും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകാം കേട്ടോ. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മടക്കരയിലെ ഹാർബറിലേക്ക് ഫ്രഷ് മീനൊക്കെ കിട്ടണമെങ്കിൽ രാവിലെ തന്നെ അവിടെ പോകണം. അപ്പം അവിടെ കവറൊന്നും കിട്ടില്ല, കവറൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എടുക്കണം. അങ്ങനെ പോയിട്ട് ഞാൻ മീനും വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ, അപ്പം നമ്മൾ യാത്ര തുടങ്ങി ഗൈസ്. പാലം കയറിയിട്ടുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാ കടകളും, പകുതിയിലേറെ കടകളും അവധിയാണ്. പിന്നെ ഇതാണ് ഗൈസ് ഞാൻ പഠിച്ച സ്കൂള്, രാജാസ് ഹൈസ്കൂൾ നീലേശ്വരം. ഇപ്പം ഹൈസ്കൂളല്ല, ഹയർ സെക്കൻഡറി സ്കൂളാണ്. പിന്നെ ഞാൻ വേറൊന്നൊരു സംഭവം കാണിച്ചു തരാം. ഈ പാലത്തിൻ്റെ എൻഡിങ്ങിൽ കാണുന്ന ആ കട മുൻപ് കാവ്യമാധവൻ്റെ അച്ഛൻ്റെ കടയായിരുന്നു, പ്രിയ ടെക്സ്റ്റൈൽസ്. പിന്നെ ഇവിടുന്ന് കുറച്ച് മുന്നിലോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലായിട്ട് വരുന്ന ഈ കാണുന്നതാണ് കാവ്യയുടെ വീട്, കാവ്യമാധവൻ്റെ വീട്. ഇതാണ് നമ്മുടെ കോട്ടപ്പുറം പാലം. നീലേശ്വരക്കാർക്കൊക്കെ അറിയായിരിക്കും ഈ പാലം. ഇവിടെ വൈകുന്നേര സമയങ്ങളിലാട്ടോ ആൾക്കാർ അധികം ഉണ്ടാവാറ്. റീൽസ് എടുക്കാനും വെഡ്ഡിങ് ഷൂട്ടിനൊക്കെ ആൾക്കാർ ഇവിടെ എത്താറുണ്ട്. പിന്നെ ഒരുപാട് ഹൗസ് ബോട്ട് ഉണ്ട് ഇവിടെ. ഹൗസ് ബോട്ട് ഇപ്പോൾ 2 അവിടെ കിടക്കുന്നുണ്ട്, ഒന്നതേ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് എത്തിക്കഴിഞ്ഞാൽ മടക്കര ഹാർബറിലേക്ക് എത്തും. വൈകുന്നേര സമയങ്ങളിലാട്ടോ കുറച്ചും കൂടി നല്ല രസം. ഇപ്പോൾ മഴയായതുകൊണ്ടാണ് ആരും കാണാത്തത്. അല്ലാത്ത സമയങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവുന്നുണ്ട്. മീനൊക്കെ പിടിക്കാനൊക്കെ ആൾക്കാർ വരും, ചൂണ്ടയിടാനൊക്കെ. പിന്നെ നമ്മളെ വെഡ്ഡിങ് ഷൂട്ടൊക്കെ ഇവിടെ നിന്നാട്ടോ എടുത്തത്. ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു പാലം കൂടിയുണ്ട്, ആ പാലം പൊളിഞ്ഞു പോയി. ഇനി കുറച്ചും കൂടി ദൂരമുണ്ട് മടക്കരയിലേക്ക്. മീൻ ചാകര ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഇറങ്ങിയതാട്ടോ. അതാണ് 2 കവറൊക്കെ ആയിട്ട് ഇറങ്ങിയത്. 2 കവറൊക്കെ ആക്കി ഇറങ്ങിയിട്ടുണ്ട്. വല്ലതും അതിനകത്ത് കിട്ടുമെന്നൊന്നും അറിയില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. നോക്കാം, വല്ല മീനും എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കി വെച്ച് വരാം. അങ്ങനെ ഞങ്ങൾ മടക്കര എത്തി കേട്ടോ. മുന്നിൽ തന്നെ ദേ വലിയൊരു മീൻ വണ്ടി. ഇവിടെ നിന്ന് പാസ് മുറിച്ച് കഴിഞ്ഞാൽ അകത്തേക്ക് കിടക്കാൻ കഴിയും കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാസൊക്കെ മുറിച്ച് മുന്നിലോട്ട് നീങ്ങി. ഇഷ്ടംപോലെ വാഹനങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം നിറയെ മീനായിരിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കാർ പാർക്ക് ചെയ്ത് അങ്ങോട്ട് നടന്നു. ഈ പുഴയിലിതാ ഒരുപാട് പക്ഷികളെ കാണുന്നുണ്ട്. അത് എന്ത് പക്ഷിയാണെന്നൊന്നും അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് മീനൊക്കെ ഇങ്ങനെ കൊത്തി കഴിക്കുന്നുണ്ട്. ഒരു ബോട്ട് അവിടെ കിടക്കുന്നുണ്ട്, അതിനകത്ത് മീനുണ്ടോയെന്നും അറിയില്ല. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് മീൻ വാങ്ങിക്കാനായിട്ട്. ദൂരെ എന്നതേ ഒരു ബോട്ടും കൂടി. വന്ന പോലെ തന്നെ വെറും കവറായിട്ട് തിരിച്ച് വീട്ടിലേക്ക്. ഒന്നും കിട്ടിയില്ല.